ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് ഗോവർദ്ധൻ. ഓക്കെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ബഡ്ജറ്റ് കാറ്റഗറി സ്പീക്കേഴ്സാണ്. സോ ഇന്ന് അതിൻ്റെ ഒരു റിവ്യൂ ആണ്. നമ്മൾ ഈ സ്പീക്കേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് എഡിഫയർ എന്ന ഒരു അത്യാവശ്യം പോപ്പുലറായിട്ടുള്ളൊരു ബ്രാൻഡാണ്. സോ അവരുടെ ഒരു സ്പീക്കേഴ്സാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, മോഡൽ നമ്പർ പറയുകയാണെങ്കിൽ എഡിഫയർ R12U മൾട്ടിമീഡിയ സ്പീക്കേഴ്സ്. ഓക്കെ, ഫസ്റ്റ് തന്നെ നമ്മളിതിൻ്റെ ബോക്സ് നോക്കുകയാണെങ്കിൽ തന്നെ അറിയാം, ഇതൊരു മിനിമൽ ലുക്കാണ്. നമ്മുടെ സ്പീക്കേഴ്സ് തന്നെ ഒരു മിനിമൽ ലുക്കാണ്. നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. എൻ്റെ കയ്യിരിക്കുന്ന ഇപ്പം വൈറ്റ് വേരിയൻ്റാണ്, വൈറ്റ് സിൽവർ വരുന്ന ഒരു വേരിയൻ്റാണ്. ഇതിൻ്റെ ആണെങ്കിൽ 3 വേരിയൻ്റ് അവൈലബിൾ ആണ്. വൈറ്റിലാണെങ്കിൽ സിൽവർ, ബ്ലാക്ക് സിൽവർ, റെഡിൽ ബ്ലാക്ക്. സോ ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. ഓക്കെ ഗൈസ്, ബോക്സി സ്പീക്കർ അല്ലാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു യൂസർ മാനുവൽ വാറൻറ്റി, അതുപോലെ പേപ്പർ വർക്ക്സ് കുറേ ഉണ്ട്. സോ അതെന്തെങ്കിലും ഞാൻ കാണിക്കുന്നില്ല, എന്തെങ്കിലും മാറ്റി വെച്ചേക്കോ. ഓക്കെ, സമയം നമ്മുടെ സ്പീക്കർ നമുക്കെടുക്കാം. സോ കുഴപ്പമില്ല, ഈ ബഡ്ജറ്റിൽ നോക്കുമ്പോൾ അൺബോക്സിങ് എക്സ്പീരിയൻസ് നല്ലതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ട് തന്നെ ഇതൊരു മിനിമലാണ്, കോമ്പാക്റ്റാണ്. എൻ്റെ കയ്യിൽ അതിൻ്റെ സൈസ് കണ്ടു, എൻ്റെ കൈ വെക്കുമ്പോൾ അത്രേ ഉള്ളൂ. ഇതിന് നമ്മൾ ബുക്ക് ഷെൽഫ് സ്പീക്കേഴ്സ് എന്ന് ഇതിന് പറയാം. ബുക്ക് ഷെൽഫ് സ്പീക്കേഴ്സിലെ ഒരു മോഡലാണിത്. പിന്നെ ഞാൻ ശരിക്കും സർപ്രൈസ്ഡ് എന്ന് പറഞ്ഞ് ഇതിൻ്റെ ആ പ്രൈസ് റേഞ്ചാണ്. ഇത് ജസ്റ്റ് 1200 ആ റേഞ്ചിലാണ് ഇത് വരുന്നത്. ഇന്ത്യയിൽ ആ റേഞ്ചിലാണ് വരുന്നത്. സോ ആ റേഞ്ചിൽ നിങ്ങൾക്ക് ഇതിലും ഇതിൻ്റെക്കാട്ടി നല്ലൊരു സ്പീക്കേഴ്സ് നിങ്ങൾക്ക് വേറെ ഞാൻ നോക്കിയിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. വേറെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാം, നമുക്കപ്പോൾ അതിൻ്റെ റിവ്യൂവും കൂടെ ചെയ്യാം. ഓക്കെ, ഞാൻ നോക്കിയത് വെച്ച് ആ ഒരു പ്രൈസ് റേഞ്ച് നല്ലത് ഈ എഡിഫയർ R12U തന്നെയാണ്. സോ ഞാനൊരു പ്രൊഡക്റ്റ് മേടിക്കുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ അതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയാണ് നോക്കുന്നത്. ആൻഡ് ഇതിൻ്റെ കാര്യം പറഞ്ഞാൽ നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയാണ് വരുന്നത്. ഇതിൻ്റെ വൈറ്റ് സൈഡ് ഒരു ഗ്ലോസി വൈറ്റാണ് വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് വരുവാണെങ്കിൽ ഒരു സിൽവർ കളർ മാറ്റ് ഫിനിഷാണ് വരുന്നത്. ഫസ്റ്റ് തന്നെ നിങ്ങൾ എൻ്റെ ഹാൻഡിൽ വെച്ച് കണ്ടല്ലോ, ഒരു ചെറിയ സൈസാണ്, പക്ഷേ നല്ല ലൗഡ് സ്പീക്കേഴ്സ്. അതിന് ബുക്ക് ഷെൽഫ് എന്ന് പറയുന്നത് ലൗഡ് ക്വാളിറ്റി സ്പീക്കറുമാണ്, പക്ഷേ കോമ്പാക്റ്റ് ഡിസൈനുമാണ്. സെയിം ഡിസൈനാണ് ലെഫ്റ്റിലും വരുന്നത്, ഒരു വ്യത്യാസമില്ല. പിന്നെ ഇവിടെ നമുക്ക് എഡിഫയറിൻ്റെ ലോഗോയും കാണാം, താഴെ ബേസ് ഹോൾസും കാണാം, അത്രേ ഉള്ളൂ. റൈറ്റ് യൂണിറ്റിലോട്ട് വരുവാണെങ്കിൽ സൈഡിലായിട്ട് നമുക്ക് വോളിയം അഡ്ജസ്റ്റർ കാണാം. ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്യുന്ന മെക്കാനിസമാണ്. അത് ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു നോക്ക് സൗണ്ട് കേൾക്കാം. ആ സൗണ്ട് കേൾക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്പീക്കർ ഓൺ ആണ്. പിന്നെ അതിൻ്റെ നടുക്കായിട്ട് നിങ്ങൾക്കൊരു ഗ്രീൻ LED ലൈറ്റും കാണാം. ഇതിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്കൊരു 3.5 mm ഹെഡ്ഫോൺ ജാക്ക് കാണാം. അത് ഞാൻ കണക്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട്. നല്ല ഓഡിയോ ക്വാളിറ്റിയാണ്. ഓഡിയോ ക്വാളിറ്റി കുറവൊന്നുമില്ല, നല്ല ക്വാളിറ്റി തന്നെയാണ്. നിങ്ങളിത് ഹെഡ്ഫോൺ കണക്ട് ചെയ്യുവാണെങ്കിലും നല്ല ക്വാളിറ്റി തന്നെയാണ് കേൾക്കുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു തൊട്ട് തന്നെ 2 സ്പീക്കേഴ്സിൻ്റെയും ബോട്ടമായിട്ട് നമുക്ക് ബേസ് ഹോൾസ് കാണാൻ പറ്റും. ഓക്കെ ഗൈസ്, അടുത്തതായിട്ട് നമുക്കൊരു ഓഡിയോ ടെസ്റ്റ് നോക്കാം. ഓക്കെ, ഇപ്പം ഞാൻ റെക്കോർഡ് ചെയ്യുന്ന എൻ്റെ Canon 80Dയുടെ ഇൻബിൽട്ട് മൈക്കിൽ തന്നെയാണ്, അല്ലാതെ വേറെ മൈക്കൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഇതിപ്പോൾ അബൌട്ട് 1/2 മീറ്റർ ദൂരത്താണ് വെച്ചേക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ കാണുന്നത് 10%-ലാണ് കേൾക്കുന്നത്. ഓക്കെ, ഇപ്പം 50%. നല്ലൊരു ക്വാളിറ്റി തന്നെ, നല്ല സൗണ്ടാണ്, ലൗഡാണ്. ഞാൻ 50യുടെ താഴെ യൂസ് ചെയ്തിട്ടുള്ളൂ, ബിക്കോസ് അത്ര ലൗഡാണ്. നിങ്ങളെന്തായാലും ഒന്ന് കേട്ട് നോക്കി ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി. Take my eyes within the first reality. ഓക്കെ, പിന്നെ ഇതിൻ്റെ ബോട്ടം നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 2 റബ്ബർ പാർട്സ് കാണാം. ഈച്ച് 2 സ്പീക്കറിലും 2 വെച്ച് കാണാം. അത് നമ്മുടെ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയാണ്. പിന്നെ ഇതിൻ്റെ വയേഴ്സിൻ്റെ എൻഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു USB മെയിൽ ജാക്കും കിട്ടുന്നുണ്ട്. പിന്നെ ഒരു 3.5 mm ഓഡിയോ ഇൻ ജാക്കും കിട്ടുന്നുണ്ട്. പ്രോസ് വരുമ്പോൾ ഇനി അങ്ങനെ പറയാനൊന്നുമില്ല, ഇതുവരെ പറഞ്ഞ എല്ലാം പ്രോസാണ്. ഒരു കാര്യമുള്ളൂ ഇഷ്ടപ്പെടാമെങ്കിൽ, ഇതിൻ്റെ വയർ ക്വാളിറ്റി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഒരു 2000 താഴെ അല്ലെങ്കിൽ 1500 താഴെ സ്പീക്കേഴ്സ് നോക്കുക. ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ ആ ബഡ്ജറ്റ് ആണെങ്കിൽ. എന്തെങ്കിലും മേടിക്കല്ലെന്ന് ഞാൻ പറയത്തില്ല, ഞാൻ റെക്കമെൻഡ് ചെയ്യുവാണ്. നല്ലൊരു ക്വാളിറ്റി സ്പീക്കേഴ്സാണ്. ഓക്കെ ഗൈസ്, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. സോ ഇന്ന് നമ്മൾ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുവാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമൻറ്റ് ചെയ്യാം, സബ്സ്ക്രൈബും ചെയ്യാം. എൻ്റെ ഇംഗ്ലീഷ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളപ്പോൾ അതുകൂടെ ഒന്ന് കയറി ചെക്ക് ചെയ്തേക്ക്. അപ്പോൾ ഇനി മലയാളം ചാനലിൽ വരാൻ പോകുന്ന കുറേ വീഡിയോസ് അതിലും നിങ്ങൾക്ക് കാണാൻ പറ്റും.